പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങളെ ഞാൻ വാഴ്ത്തുന്നു. ഈ സ്ഥലം കാണാൻ എങ്ങനെയുണ്ട്? നല്ല ഭംഗിയുണ്ടോ? ഇത് ആസ്ട്രിയ എന്നൊരു നാടുണ്ട്, യൂറോപ്യൻ ഭൂഖണ്ഡത്തിലെ നാട്. ആ നാട്ടിലെ ഒരു ഭാഗമാണ് ഇത്, ആൽപ്സ് മൗണ്ടൻ. ഈ മലനിര മുഴുവനും ചുറ്റും മനോഹരമായ മലനിരകൾ, നടുവിൽ ഇതുപോലെയുള്ള വീടുകളുണ്ട്. മലയിലും ജനങ്ങൾ വീടുണ്ടാക്കി വസിക്കുന്നു. കാഴ്ചയ്ക്ക് നല്ല ഭംഗിയുണ്ട്, മനോഹരമായിരിക്കുന്നു. ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ മാഹാത്മ്യം കാണാൻ സാധിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ശരി, നിങ്ങളും ദൈവഹിതമുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള നാടുകൾ സന്ദർശിച്ച് രസിച്ച് ഇതെല്ലാം സൃഷ്ടിച്ച ദൈവത്തെ നിങ്ങൾ സ്തുതിക്കണം. ശരി, ഇന്ന് ദൈവം നിങ്ങൾക്ക് തരാനിരിക്കുന്ന വാഗ്ദത്തം എന്താണെന്ന് കാത്തിരിക്കുകയാണോ? വേദപുസ്തകത്തിൽ 1 ദിനവൃത്താന്തം 29 അധ്യായം 12 വാക്യത്തിൽ, സകലത്തെയും വലുതാക്കുന്നതും ശക്തീകരിക്കുന്നതും നിന്റെ പ്രവൃത്തിയാകുന്നു. ദൈവമേ, സകലത്തെയും വലുതാക്കാനും ശക്തീകരിക്കാനും അങ്ങയുടെ കരങ്ങളാൽ സാധിക്കും. ദൈവത്തോടുള്ള ഒരു നല്ല പ്രാർത്ഥനയാണിത്. ദാവീദ് രാജാവ് അന്ന് ഇസ്രായേൽ രാജ്യത്തിന് രാജാവായിരുന്നു. എല്ലാവരെയും ബലപ്പെടുത്താനും വലുതാക്കാനും അങ്ങയ്ക്ക് സാധിക്കും. എന്തുകൊണ്ടാണിത് പറയുന്നതെന്നറിയാമോ? ഒരു കാലത്ത് ആടുകളെ മേയിച്ചുകൊണ്ടിരുന്നു. ആടുകളെ മേയിച്ചു എന്ന് മാത്രമല്ല, തൻ്റെ കുടുംബത്താൽ ഇവൻ ചെറിയ പയ്യനാണ്, ഇവനൊന്നും അറിയില്ല എന്ന് ഒതുക്കി വെക്കപ്പെട്ടവനാണ്. ഒരു പ്രവാചകൻ പറഞ്ഞു, ഞാൻ നിന്റെ വീട്ടിൽ വരും, നിന്റെ മക്കളെയെല്ലാം വിളിച്ചു കൂട്ടണം എന്ന്. ശമൂവേൽ പ്രവാചകൻ ചെന്നു. ദാവീദിനെ ഒഴികെ മറ്റെല്ലാവരെയും കൊണ്ടുവന്ന് നിർത്തി. നല്ല ദൃഢഗാത്രന്മാരും യുദ്ധവീരന്മാരുമായ എല്ലാവരെയും കൊണ്ടുവന്ന് നിർത്തി. എല്ലാവരെയും നോക്കിയിട്ട്, ഇല്ല ഇല്ല ഇല്ല, ഇനിയൊരു ചെറിയ പയ്യനുണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ, അവനൊരു പയ്യനാണ്, ഒന്നിനും കൊള്ളില്ല, ആടുകളെ മേയ്ക്കാനേ പറ്റൂ, അവൻ എവിടെയെങ്കിലും പാട്ടുപാടി ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുമെന്ന് പറഞ്ഞു. പോയി അവനെ വിളിച്ചുകൊണ്ടുവാ. അവനെ ദൈവം തിരഞ്ഞെടുത്തു. കുടുംബത്തിലുള്ളവർ നിസ്സാരമായി കാണുന്നു. നാട്ടുകാരെ ഒരുപക്ഷെ ഇവൻ പാട്ടുപാടി ആടുകളെ മേയിച്ച് ചുറ്റി നടക്കും, വീട്ടിലൊന്നിനും ഉപയോഗപ്പെടാതെ അലഞ്ഞു നടന്നുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞു കാണും. പക്ഷേ ദൈവം അവന്റെ നല്ല ഹൃദയത്തെ കണ്ട് യഹോവയെ ആശ്രയിച്ച്, യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാവുകയില്ല, അവനാണ് എന്റെ എല്ലാമെന്ന് ജീവിച്ചതുകൊണ്ട് അവനെ തിരഞ്ഞെടുത്ത് അവനെ ഉയർത്തിക്കൊടുത്തു. അവനെ ബലപ്പെടുത്തി രാജാവായി ഉയർത്തി, അവനെ ധൈര്യപ്പെടുത്തി രാക്ഷസനെ തോൽപ്പിക്കുവാൻ സഹായിച്ചു. ദാവീദ് പോയ ഒരു സ്ഥലത്തും തോൽവി ഉണ്ടായിട്ടില്ല. കർത്താവ് അവനെ അങ്ങനെ ശക്തിപ്പെടുത്തി ജയം കൊടുത്ത് വഴി നടത്തി. അപ്പോൾ സാധാരണക്കാരനായ ഒന്നിനും കൊള്ളാത്ത കുടുംബത്താൽ നിഷേധിക്കപ്പെട്ട ആട് മേയിച്ചുകൊണ്ടിരുന്ന ഒരു ബാലകനെ ബലപ്പെടുത്തി മഹത്വീകരിക്കാൻ യഹോവയ്ക്ക് കഴിയുമെങ്കിൽ നിങ്ങളെയും ഉയർത്തില്ലേ? എല്ലാവരും നിങ്ങളെ ഒതുക്കി വെച്ചിട്ടുണ്ടോ? നിനക്ക് ബുദ്ധിയില്ല, നിനക്കൊരു ജ്ഞാനവുമില്ല, നിന്നെക്കൊണ്ട് ഒന്നിനും പറ്റില്ല എന്ന് എല്ലാവരും പറയുന്നുണ്ടോ? നിങ്ങളെ ശക്തീകരിച്ച് മേന്മയുള്ളവരാക്കുവാൻ കർത്താവിന് സാധിക്കും. യഹോവയെ വിശ്വസിക്കൂ. ദാവീദിനെ പോലെ യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാവുകയില്ല, യഹോവ എന്നെ കാത്തുകൊള്ളുമെന്ന് യഹോവയെ ആശ്രയിക്കൂ. ആരെയും ബലപ്പെടുത്തി വലിയവനാക്കുവാൻ യഹോവയ്ക്ക് സാധിക്കും. നിങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. മകളെ, നിന്നെപ്പറ്റിയാണ് പറയുന്നത്. മകനെ, നിന്നെക്കുറിച്ചാണ് യഹോവ പറയുന്നത്. ഭയപ്പെടേണ്ട. ഇതുവരെ തോൽവിയും വഞ്ചനയുമാണ് നീ അനുഭവിച്ചിരിക്കുന്നത്, അല്ലേ? നിന്നെ ശക്തീകരിച്ച് നിന്നെ മഹത്വപ്പെടുത്തുമെന്ന് കർത്താവ് പറയുന്നു. വിശ്വസിക്കുമോ നിങ്ങൾ? എന്നാൽ പറയൂ, കർത്താവേ, അങ്ങെന്റെ ഇടയനാകുന്നു, എന്നെ പരിപാലിക്കും, എന്നെ മാനിച്ച് എന്നെ ബലപ്പെടുത്തും. ആരെയും മേന്മയുള്ളവരാക്കുന്ന അങ്ങേക്ക് എന്നെയും മഹത്വപ്പെടുത്താനാകും. ഞാൻ വിശ്വസിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ആമേൻ, ആമേൻ. ജീസസ് റീഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ